ഭൂമിയുടെ സ്വന്തം ഉപഗ്രഹം, നമ്മുടെ സ്വന്തം ചന്ദ്രൻ. നമ്മുടെ ഈ മൂൺ ഒരു ബ്ലാക്ക് ഹോളായി മാറിയാൽ നമുക്കും നമ്മുടെ ഈ ഭൂമിക്കും എന്ത് സംഭവിക്കും? യു ഹാവ് 3 ഓപ്ഷൻസ് ആൻഡ് 3 seconds ടു സെലക്ട് യുവർ ആൻസർ. നൗ ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്. ഈ വീഡിയോയിൽ നമ്മൾ ചന്ദ്രനെ ശരിക്കും ഒരു ബ്ലാക്ക് ഹോളാക്കി മാറ്റുവാൻ പോവുകയാണ്. നിങ്ങൾ സെലക്ട് ചെയ്ത് തന്നെയാണോ ശരി ഉത്തരം എന്നറിയണ്ടേ? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. Watch till the end because the answer may surprise you. എന്താണ് ഒരു ബ്ലാക്ക് ഹോൾ? നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും ബ്ലാക്ക് ഹോൾ എന്താണെന്നൊരു ഐഡിയ ഉണ്ടാവും, ഇല്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. നമ്മുടെ ചാനലിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഹോൾ സീരീസ് തന്നെ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ചുരുക്കി പറഞ്ഞാൽ ബ്ലാക്ക് ഹോൾ എന്നത് സ്പേസ് ടൈമിലെ ഒരു റീജിയനാണ്. ഈ റീജിയനുള്ളിൽ അൺഇമാജിനബിളി അൺതിങ്കബിളി സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാവിറ്റിയാണുള്ളത്. അതിശക്തമായ ഈ ഗ്രാവിറ്റിയുടെ പിടിയിൽപ്പെട്ടു പോകുന്ന ഏതൊരു വസ്തുവിനും രക്ഷപ്പെടണമെങ്കിൽ പ്രകാശ വേഗതയേക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കണം. പ്രകാശ വേഗത അല്ലെങ്കിൽ ലൈറ്റ് സ്പീഡ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ സ്പീഡ് ലിമിറ്റാണ്. നമ്മുടെ റോഡിലെ സ്പീഡ് ലിമിറ്റ് പോലെ വയലേറ്റ് ചെയ്തിട്ട് ഫൈൻ അടച്ചിട്ട് പോകാൻ പറ്റിയ ഒന്നല്ല ഇത്. ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനും ഈ സ്പീഡ് ലിമിറ്റ് ബ്രേക്ക് ചെയ്യുവാൻ സാധിക്കില്ല. അതായത് ഒരു തമോഗർത്തത്തിൻ്റെ കരവലയത്തിൽ പെട്ടുപോകുന്ന ഏതൊരു വസ്തുവിനും പിന്നീട് ഒരു രക്ഷപ്പെടൽ സാധ്യമല്ല. ദർ ഈസ് നോ എസ്കേപ്പ്. ഇറ്റ് ഈസ് ലിറ്ററലി ഇംപോസിബിൾ. പ്രകാശരശ്മികൾക്ക് പോലും ഇവയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷയില്ല. എസ്കേപ്പ് വെലോസിറ്റി ലൈറ്റ് സ്പീഡിന് സമമാകുന്ന ബ്ലാക്ക് ഹോളിന് ചുറ്റുമുള്ള പോയിന്റാണ് അവയുടെ ഇവന്റ് ഹൊറൈസൺ എന്നറിയപ്പെടുന്നത്. വൺസ് യു ക്രോസ് ദിസ് പോയിന്റ്, ദർ ഈസ് നോ റിട്ടേൺ ടിക്കറ്റ്. യു ആർ ഗോൺ forever. These things are real. 2019 നമ്മൾ ഇത്തരം ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഇമേജ് വരെ എടുത്തിട്ടുണ്ട്. ശരി, ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ചന്ദ്രൻ ഇത്തരത്തിലൊരു ബ്ലാക്ക് ഹോളായി മാറിയാലോ? ഫസ്റ്റ് ഓഫ് ഓൾ, അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല. നമ്മുടെ സൂര്യന് പോലും ഇത്തരത്തിലൊരു ബ്ലാക്ക് ഹോളായി മാറുവാനുള്ള കഴിവില്ല. സാധാരണഗതിയിൽ അതിഭീമൻ നക്ഷത്രങ്ങൾക്ക് അന്ത്യകാലത്ത് കോർ കൊളാപ്സ് സംഭവിക്കുന്നതിലൂടെയും ഗാലക്സികളുടെ കേന്ദ്രഭാഗത്ത് സൂപ്പർമാസീവ് രൂപത്തിലുമൊക്കെയാണ് ബ്ലാക്ക് ഹോളുകൾ കാണപ്പെടാറുള്ളത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇത്തരം ഭീമൻ നക്ഷത്രങ്ങളുടെ കോർ കൊളാപ്സ് മെക്കാനിസം ബ്രീഫ് ചെയ്യുന്നുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ വാച്ച് ദാറ്റ് ആൻഡ് കം ബാക്ക്. ഓൾ റൈറ്റ്. പക്ഷെ നമ്മുടെ ഇമാജിനേഷന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ ഇന്ന് ചന്ദ്രനെ ഒരു ബ്ലാക്ക് ഹോൾ ആക്കും. സോ എന്തൊക്കെയാണ് നമ്മുടെ സാധ്യതകൾ? ഏതൊരു വസ്തുവിനെയും അതിൻ്റെ ഷാർസീൽഡ് റേഡിയസിലേക്ക് കൊണ്ടുവന്നാൽ അതൊരു ബ്ലാക്ക് ഹോളായി മാറും. ഓക്കെ, ബട്ട് എന്താണ് ഈ പറഞ്ഞ ആ സാധനം? ഇതാണ് ആ സാധനം, ഷാർസീൽഡ് റേഡിയസ്. ഈ ഇക്വേഷനിൽ എമ്മിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് വാല്യൂ കൊടുക്കുന്നോ ആ പർട്ടിക്കുലർ മാസിൻ്റെ ഷാർസീൽഡ് റേഡിയസ് കിട്ടും. ഉദാഹരണത്തിന് നിങ്ങളുടെ മാസ് കൊടുത്താൽ നിങ്ങളുടെ ഷാർസീൽഡ് റേഡിയസ് കിട്ടും. ഭൂമിയുടെ മാസ് കൊടുത്താൽ ഭൂമിയുടെ ഷാർസീൽഡ് റേഡിയസ് കിട്ടും. ഇനി സൂര്യൻ്റെ മാസ്, ഐ മീൻ യു ഗോട്ട് ദ ഐഡിയ, റൈറ്റ്? നമുക്കിവിടെ മൂണിൻ്റെ മാസ് കൊടുത്തു നോക്കാം. ഇത് വളരെ ചെറിയൊരു നമ്പർ ആണെന്ന് മനസ്സിലായി, പക്ഷേ എത്ര ചെറുതാണെന്ന് അറിയണ്ടേ? വിക്കിപീഡിയയിലെ ഈ സൈസ് ചാർട്ട് അനുസരിച്ചാണെങ്കിൽ വളരെ നേർത്ത ഒരു മണൽത്തരിയുടെ അത്രയും. ഇതാണ് നമ്മുടെ മൂണിൻ്റെ ഷാർസീൽഡ് റേഡിയസ്. അതായത് നമ്മുടെ മൂണിനെ ഞെക്കി അമർത്തി കണ്ണിൽ പോലും കാണാത്ത ഈ മണൽത്തരിയുടെ രൂപത്തിലേക്ക് കൊണ്ടുവന്നാൽ അതൊരു ബ്ലാക്ക് ഹോളായി മാറും. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പക്ഷെ അങ്ങനെ പറ്റിയാലല്ലേ ഇപ്പോൾ കഥ മുമ്പിലോട്ട് പോകൂ. അതുകൊണ്ട് അത് പറ്റി. യെസ്, ഇറ്റ് ഹാപ്പൻഡ്. അങ്ങനെ നമ്മുടെ ചന്ദ്രൻ ഒരു ബ്ലാക്ക് ഹോളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒബ്വിയസ്ലി ദ ഫസ്റ്റ് തിങ് യു വുഡ് നോട്ടീസ്, ചന്ദ്രൻ അപ്രത്യക്ഷമായിരിക്കുന്നു. നിങ്ങളുടെ ലവറിൻ്റെയോ സുഹൃത്തുക്കളുടെ കൂടെയോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ നല്ല നിലാവ് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാത്രി. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും നേരം കൺമുന്നിൽ നിലാവും പൊഴിച്ചുകൊണ്ടിരുന്ന ചന്ദ്രൻ എവിടെ? ലോകം മുഴുവൻ കാട്ടുതീ പോലെ പരിഭ്രാന്തി പരക്കും. എന്താണ് സംഭവിച്ചതെന്നറിയാൻ ശാസ്ത്രലോകത്തിൻ്റെ മുഴുവൻ ഉപകരണങ്ങളും ആ ഭാഗത്തേക്ക് മിഴി തുറക്കും.
എന്നാൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. 4 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചെറിയൊരു മണൽത്തരിയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ തക്ക ശക്തിയുള്ള ഒരു ഉപകരണവും തൽക്കാലം നമ്മുടെ കയ്യിലില്ല. ഇനി അങ്ങോട്ടുള്ള രാത്രികൾ കൂടുതൽ ഇരുട്ടുള്ളതായി മാറുകയാണ്. ഇത് കൂടുതലായി അഫക്റ്റ് ചെയ്യുന്നത് രാത്രിജനന്മാരായ നൊക്ടേണൽ ആനിമൽസിനെയാണ്. ഇവയുടെ ഇക്കോസിസ്റ്റം, പ്രേ പ്രെഡേറ്റർ ബിഹേവിയേഴ്സ് ഇതൊക്കെ ഡിസ്ട്രപ്റ്റഡ് ആവും. പിന്നെ നമ്മളിപ്പോൾ തന്നെ അവരുടെ ജീവിതം വളരെ മനോഹരമാക്കിയിട്ടുള്ളത് കൊണ്ട് ഇതൊരു വലിയ പ്രശ്നമാകുമെന്ന് തോന്നുന്നില്ല. രാത്രികൾ കൂടുതൽ ഇരുട്ടാകുന്നത് കൂടാതെ കുറച്ചുകൂടി തണുപ്പുള്ളതുമാകും. സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൂടാതെ സൂര്യപ്രകാശമേറ്റ് ചൂടാകുന്ന ചന്ദ്രൻ ഇൻഫ്രാറെഡ് കിരണങ്ങൾ റേഡിയേറ്റ് ചെയ്യാറുമുണ്ട്. ഇതിൽ നിന്നും ചെറിയൊരു ശതമാനം ഭൂമിയിൽ എത്തുന്നതിനാൽ ഭൂമിയുടെ മൊത്തത്തിലുള്ള ടെമ്പറേച്ചറിൽ ചെറിയൊരു സംഭാവന ചന്ദ്രന്റെ ഭാഗമായി ഉണ്ടാകാറുണ്ട്. പൂർണ്ണ ചന്ദ്രനുള്ള ദിവസങ്ങൾ അമാവാസി ദിവസങ്ങളെക്കാൾ നേരിയ തോതിൽ ചൂട് കൂടിയതായിരിക്കും. പക്ഷേ ഇതിനുള്ള പ്രധാന കാരണം പൂർണ്ണചന്ദ്രൻ കൂടുതൽ സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ടല്ല. പൗർണമി ദിവസങ്ങളിൽ ഭൂമിയുടെ സ്ഥാനം അമാവാസി ദിവസങ്ങളെ അപേക്ഷിച്ച് സൂര്യനോട് കുറച്ചുകൂടി അടുത്തായിരിക്കും. അതായത് ചന്ദ്രന്റെ ഡയറക്റ്റ് കോൺട്രിബ്യൂഷൻ തീരെ മിനിസ്ക്യൂൾ എമൗണ്ട് മാത്രമാണ്. ഈ ഹീറ്റിംഗ് നഷ്ടമാകുന്നത് മൂലം നമുക്കങ്ങനെ ഫീൽ ആവുന്ന തണുപ്പൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കൂടാതെ നമ്മൾ മനുഷ്യർ ചൂടാക്കുന്നതിൽ എക്സ്പേർട്സ് ആയതുകൊണ്ട് 4-5 ദിവസത്തെ കാർബൺ എമിഷൻ കൊണ്ട് തന്നെ നമ്മളിത് കോമ്പൻസേറ്റ് ചെയ്യും. മീൻവൈൽ നമ്മുടെ ബ്ലാക്ക് ഹോൾ മൂൺ ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് അവിടെ തന്നെ ഉണ്ടാകും. സാധാരണഗതിയിൽ ബ്ലാക്ക് ഹോളുകൾ മറ്റു വസ്തുക്കളെ ഭക്ഷണമാക്കുമ്പോൾ അവയ്ക്ക് ചുറ്റും കത്തിജ്വലിക്കുന്ന ഒരു അക്രീഷൻ ഡിസ്കും എനർജി ജെറ്റ്സിന്റെ ബ്ലാസ്റ്റും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ നമ്മുടെ ബ്ലാക്ക് ഹോൾ മൂണിന് കഴിക്കാൻ പറ്റിയതൊന്നും അതിൻ്റെ ക്ലോസ് വിസിനിറ്റിയിലില്ല, ഏതാനും ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലാതെ. ഇവയെല്ലാം ബ്ലാക്ക് ഹോളിലേക്ക് പതുക്കെ വലിച്ചെടുക്കപ്പെടും. ഒരു മണൽത്തരി വേറെ കുറേ മണൽത്തരികളെ വലിച്ചെടുക്കുന്നു. നൗ വാട്ട് അബൌട്ട് ദ ഗ്രാവിറ്റേഷൻ എഫക്റ്റ്? ചന്ദ്രന്റെ ഗ്രാവിറ്റി മൂലമാണ് ഭൂമിയിൽ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത്. കൂടാതെ ഭൂമിയുടെ റൊട്ടേഷണൽ ആക്സിസ് സ്റ്റെബിലൈസ് ചെയ്യുന്നതും ചന്ദ്രന്റെ ഈ ഗ്രാവിറ്റേഷണൽ പുൾ മൂലമാണ്. ഇതിനെല്ലാം പുറമെ ഇറ്റ് ഈസ് എ ഫ്രീക്കിംഗ് ബ്ലാക്ക് ഹോൾ വി ആർ ടോക്കിംഗ് അബൌട്ട് ഹിയർ. എപ്പോഴാണ് ഇതിന് നീരാളിപ്പിടുത്തത്തിൽപ്പെട്ട് ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും തകർന്നടിയാൻ പോകുന്നത്? എപ്പോഴാണ് ഇൻഡസ്ട്രിയൽ മൂവിയിൽ കണ്ടതുപോലെയുള്ള ഭീമൻ തിരമാലകൾ ഭൂമിയിൽ സംഹാരതാണ്ഡവമാടാൻ പോകുന്നത്? സോറി ടു ഡിസപ്പോയിന്റ് യു ഗൈസ്, അൺഫോർച്ചുനേറ്റ്ലി ഫോർച്ചുനേറ്റ്ലി ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബ്ലാക്ക് ഹോളുകളെ കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിൽ ഒന്നാണ് ചുറ്റുമുള്ളതെല്ലാം വലിച്ചെടുത്ത് വിഴുങ്ങുന്ന ഒരു കോസ്മിക് വാക്വം ക്ലീനേഴ്സ് ആണ് അവയെന്നത്. എന്നാൽ ഇതല്ല സത്യം. ഒരു ഗ്രാവിറ്റേഷണൽ ബോഡി മറ്റൊന്നിൽ ചെലുത്തുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് അവ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയും മാസിനെയും മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത്. അല്ലാതെ അതിൻ്റെ സൈസിന് ഇതിൽ യാതൊരു പങ്കുമില്ല. ഇവിടെ ചന്ദ്രന്റെ മാസിലും ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസിലും യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല. ഇതിൽ വ്യത്യാസം വരാത്തിടത്തോളം കാലം ചന്ദ്രൻ ഒരു മണൽത്തരിയോളം ചെറുതായാലും അതേ സൈസിൽ തന്നെ നിന്നാലും ഇനി ഭൂമിയോളം വലുതായാലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞ ഏതാനും മൈന്യൂട്ട് ഡിഫറൻസ് അല്ലാതെ ഈ ബ്ലാക്ക് ഹോൾ മൂൺ കാര്യമായ ഒരു വ്യത്യാസവും കൊണ്ടുവരാൻ പോകുന്നില്ല. തീർച്ചയായും മൂൺ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല രീതിയിൽ ഇഴുകിച്ചേർന്ന് കിടക്കുകയാണ്. അതിനാൽ സൈക്കോളജിക്കൽ ആൻഡ് കൾച്ചറൽ ഇമ്പാക്ട് തീർച്ചയായും ഉണ്ടാകും. സ്റ്റിൽ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. നമ്മുടെ സൂര്യനാണ് ഇത്തരത്തിലൊരു ബ്ലാക്ക് ഹോളായി മാറുന്നതെങ്കിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോഴുള്ളതുപോലെ എല്ലാ ഗ്രഹങ്ങളും ആ ബ്ലാക്ക് ഹോൾ സൂര്യനെയും ചുറ്റി സഞ്ചരിക്കും. പക്ഷെ താമസിയാതെ തണുത്തുറഞ്ഞ് നമ്മളൊക്കെ പടമാകും. തുടക്കത്തിൽ നിങ്ങളിൽ എത്ര പേർ ഇതിൻ്റെ ആൻസർ കറക്റ്റായി ഗസ് ചെയ്തു എന്ന് കമൻറ്റ് ചെയ്യുക. ബ്ലാക്ക് ഹോളുകളെ കുറിച്ചൊരു വാല്യുബിൾ ഇൻസൈറ്റ് കിട്ടിയെങ്കിലും ഇതൊരു മാതിരി ബോറിംഗ് ക്ലൈമാക്സ് ആയി. നമ്മുടെ ചാനലിൽ നമ്മൾ ബോറിംഗ് ഐറ്റംസ് ചെയ്യാറില്ല. വാട്ട് ഇഫ് മൂൺ അതേ മാസമുള്ള ഒരു ബ്ലാക്ക് ഹോളായി മാറുന്നതിന് പകരം മൂണിൻ്റെ അതേ സൈസുള്ള ഒരു ബ്ലാക്ക് ഹോളാണ് വരുന്നതെങ്കിലോ? നൗ വി ആർ ടോക്കിംഗ്. അതിനായി നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് പോകാം. ഇത്തവണ മൂണിൻ്റെ മാസിന് പകരം റേഡിയസ് ഇട്ട് കൊടുത്തിട്ട് കറസ്പോണ്ടിങ് ബ്ലാക്ക് ഹോളിൻ്റെ മാസ് കണ്ടുപിടിക്കുവാൻ നോക്കാം. ഓക്കെ, 10, 30, 0 ഒക്കെയുള്ള വലിയൊരു സംഖ്യയാണെന്ന് മനസ്സിലായി. പക്ഷേ എത്ര വലുതാണെന്നറിയാൻ നമ്മുടെ സൂര്യൻ്റെ മാസുമായി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് 600 സൂര്യന്മാർക്ക് തുല്യമാണ് നമ്മുടെ ഈ പുതിയ ബ്ലാക്ക് ഹോൾ. ദാറ്റ് മീൻസ് അന്നാണ് ശരിക്കുമുള്ള സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം. ഇറ്റ് സക്സ്, ലിറ്ററലി. ഇത്തരത്തിലുള്ള എന്ത് ക്രേസി വാട്ട് ഇഫ് സിനാരിയോസ് ആണ് നിങ്ങൾക്കറിയാൻ താല്പര്യമുള്ളത്? ജസ്റ്റ് ലീവ് എ കമൻറ്റ്. സെലക്റ്റഡ് വൺസ് നമ്മൾ വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ, ഗുഡ് ബൈ.